صدق الله العظيم. اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സാധ്യമാകുന്ന അത്രയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടാൻ സദാസമയവും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നദർ ഇബ്നുൽ ഹാരിസ് എന്ന ഖുറൈശി പ്രമുഖൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത പ്രതിയോഗിയും ശത്രുവുമായിരുന്ന ഇദ്ദേഹം ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തകനും ചിന്തകനും ഒക്കെയായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഖുറൈശികളോട് പറഞ്ഞു, മുഹമ്മദിനെ സംബന്ധിച്ച് നിങ്ങൾ സാഹിറാണ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു മാരണക്കാരൻ. പക്ഷേ ആ വാദം ശരിയല്ല. സാധാരണ മാരണം ചെയ്യുന്ന ആളുകൾ അവരുടെ കൈകളിൽ കയറുകളും മറ്റ് ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതിൽ കെട്ടുകളുണ്ടും. ഈ കെട്ടുകളിലൊക്കെ ഊതുന്ന പതിവ് നമ്മളൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തെ ഇന്ന് വരെയും ആ രൂപത്തിൽ കണ്ടിട്ടില്ല. പിന്നീട് നിങ്ങൾ പറയുന്ന വാദം അദ്ദേഹം ഒരു കാഹിനാണ് എന്നാണ്, ഒരു ജ്യോത്സ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരവും ഭാഷയും ശൈലിയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജ്യോത്സ്യന്മാർക്ക് പ്രത്യേകിച്ച് ഒരു ഭാഷയും ശൈലിയും ഒരു ഈണവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും അത് നാം കണ്ടിട്ടില്ലല്ലോ. പിന്നെയുള്ളൊരു വാദം ഷായറാണ് എന്നാണ്, കവി. കവിയെ സംബന്ധിച്ച് കൂടുതൽ പരത്തി പറയേണ്ടതില്ലല്ലോ. കവിതയുടെ എല്ലാ വൃത്തങ്ങളും ഹസ്ജ് മുതൽ റജ്സ് വരെ ഓരോ വൃത്തങ്ങളുടെ പേരാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ സുപരിചിതരാണ്. എന്നാൽ അദ്ദേഹം ഇതുവരെയും അത്തരത്തിലുള്ള പ്രാസനിബദ്ധമായ വൃത്തങ്ങളിൽ അടങ്ങിയ കവിതയൊന്നും ചൊല്ലുന്നത് നാം കേട്ടിട്ടില്ല. പിന്നെ നമ്മളൊരു വാദം എന്ന് പറയുന്നത് മജ്നൂനാണ്, ബുദ്ധിയില്ലാത്ത. അതും ശരിയല്ല. നല്ല പക്വതയും വിവേകവും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഞാൻ ചില നൂതനമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്താം. എന്നിട്ട് അതൊന്ന് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് നല്ല പ്രതികരണങ്ങൾ ഉണ്ടാകും. അല്ലാതെ നമ്മുടെ ഭീഷണി കൊണ്ടോ പ്രലോഭനങ്ങൾ കൊണ്ടോ നമ്മുടെ ശാരീരികമായി ഉപദ്രവം ഏൽപ്പിച്ചത് കൊണ്ടോ അപമതിച്ചത് കൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഖുറൈശി പ്രമുഖരെല്ലാവരെയും മക്കയിലുള്ള അവരുടെ ഒരു ക്ലബ്ബ് ദാറുൻ നദ്വ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന അവിടെ ഒരുമിച്ച് കൂടുന്ന അവിടെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുക. ഇദ്ദേഹത്തിന്റെ അവതരണത്തിൽ
ഇദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനാണ്. റോമൻ പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ്. അവിടെ നിന്നൊക്കെ പല കെട്ടുകഥകളും മിത്തുകളും നാടോടി നൃത്തങ്ങള്, അതൊന്നും അറബികൾക്ക് അന്ന് പരിചയമില്ലാത്തൊരു കലാരൂപമാണ്. ഇതൊക്കെ പഠിച്ച് നന്നാക്കി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. മാത്രമല്ല അതൊക്കെ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുമുണ്ട്. അതിന് പറ്റിയ യുവതികളെ വെച്ച് ഇതൊക്കെ നന്നായി പരിശീലിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ വാദം ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ മുമ്പിൽ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഈ നാടോടി നൃത്തങ്ങളൊക്കെ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ നല്ല പഴയ കഥകള്, കെട്ടുകഥകള്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ചക്രവർത്തിമാരുടെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കഥകള് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിച്ചു. ഇത് കണ്ടപ്പോഴേ ഖുറൈശികൾ ഒന്നാകെ പറഞ്ഞു, ഇതിൽ മക്കയിലെ ആളുകൾ വീഴാൻ സാധ്യതയുണ്ട്. കാരണം മുഹമ്മദ് കേൾപ്പിക്കുന്ന ഒരു സാഹിത്യ ശകലമുണ്ടല്ലോ, ഭാഷാ ശൈലിയുണ്ട്. അതിനെ മറികടക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ ഇതിന് കഴിയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതിന്റെ ഒരു ദൃശ്യരൂപവും കൂടി ഇതിലുണ്ട്, നമ്മുടെ പക്കലുണ്ട്. നാടോടി നൃത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. ഇത് തരക്കേടില്ല, എല്ലാവരും അത് സർട്ടിഫൈ ചെയ്തു. അദ്ദേഹത്തെ അതിനു വേണ്ടി തയ്യാറാക്കി. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് സഹാബികളെ, അദ്ദേഹത്തോട് താല്പര്യമുള്ള, അദ്ദേഹത്തെ കേൾക്കാൻ വരുന്ന ആളുകളെ ഇരുത്തിക്കൊണ്ട് ഖുർആൻ പഠിപ്പിക്കണം. അതിനെതിർ ദിശയിൽ തന്നെ നദർ ഇബ്നുൽ ഹാരിസ് എന്ന ഈ വ്യക്തി, ഖുറൈശി, പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഏറ്റവും കൗതുകകരമായിട്ടുള്ള നൃത്തങ്ങള്, പാട്ടുകൾ ഈണത്തിൽ പാടി ചുവടൊപ്പിച്ച് നൃത്തം ചെയ്യുന്ന ഒരു സദസ്സ് അപ്പുറത്ത്. സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ അത് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് ഒഴുകിപ്പോയി. പുതുതായിട്ട് പ്രവാചകൻ അറിയാൻ വന്ന, കേൾക്കാൻ വന്ന ആളുകൾക്ക് കുറെ ആളുകൾ അങ്ങോട്ട് പോകുക സ്വാഭാവികമാണ്. ഈ ഘട്ടത്തിലാണ് സൂറത്തുൽ ലുഖ്മാനില് ഞാൻ നിങ്ങൾ കേൾപ്പിച്ച ആയത്തിന്റെ അവതരണം. എല്ലാ മുഫസ്സിറുകളും ഇത് നദർ ഇബ്നുൽ ഹാരിസുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ അവതീർണമായതാണ് എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. മിനന്നാസി, മനുഷ്യരിലുണ്ട്, മൻ യശ്തരി ലഹ്വൽ ഹദീസ്, കുറെ ആളുകൾ വഞ്ചനാത്മകമായ വർത്തമാനങ്ങള്, കെട്ടുകഥകള് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് ട്രെയിൻ ചെയ്ത് അവതരിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദൈവിക മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. യാതൊരു വൈജ്ഞാനിക അടിത്തറയും ഇല്ലാത്തതാണിത്. മാത്രമല്ല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദർശനത്തെ പരിഹസിക്കാനും വേണ്ടിയിട്ട് ഇത്തരം ആളുകൾക്ക് വളരെ നീചമായ ശിക്ഷകൾ ഉണ്ടാകുമെന്ന് ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അറിയിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ സൂചിപ്പിച്ചത് മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം നടന്ന സംഭവമാണ് ഇത് എങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഏകദേശം ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനല് ഒരു പ്രമുഖ സെലിബ്രിറ്റിയെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളടക്കം, അതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് വളരെ ആസൂത്രിതമായി, വളരെ ബോധപൂർവം
ലിബറലിസത്തിന്റെയും ലെസ്ബിയനിസത്തിന്റെയും അജണ്ടകൾ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം ഒന്ന് സ്വതന്ത്ര ചിന്ത, മറ്റൊന്ന് സ്വർഗാനുരാഗികളായിട്ടുള്ള ആളുകൾ, സ്വർഗരതിക്കാരായിട്ടുള്ള ആളുകൾ, ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾ, പെൺകുട്ടികൾ. പ്രത്യേകിച്ച് ഈ ഷോയിൽ അതിന്റെ പരസ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു, 2 അറബി പേരുള്ള ഇസ്ലാമിക ഡ്രസ് കോഡ് അണിഞ്ഞിട്ടുള്ള, ഹിജാബ് അണിഞ്ഞ 2 അറബി പേരുള്ള പെൺകുട്ടികൾ, 2 യുവതികളെ ഇതിന്റെ പരസ്യത്തിൽ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളെ വെച്ചുകൊണ്ട് പിന്നീട് അവിടെ ഈ ലെസ്ബിയൻ ആശയം, പെൺകുട്ടികളും തമ്മിൽ വിവാഹം വരെ നടത്താം, അവർ സ്വർഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹം, ഇതിനെ പ്രൊമോട്ട് ചെയ്യാണ് പ്രമുഖ ചാനൽ, ഒരു പ്രമുഖ സെലിബ്രിറ്റി അതിന് എല്ലാവിധ ഒത്താശകളും അവരുടെ അംഗീകാരം, അവരാരെങ്കിലും ശകാരിക്കുന്നുവെങ്കിൽ അതിനൊക്കെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള സംസാര ശൈലി, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. ഇതിന്റെ ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹത്തിലുള്ള ഇതുപോലെയുള്ള പ്രത്യേകമായ ഐഡന്റിറ്റി സൂക്ഷിക്കുന്ന നല്ല ഡ്രസ് കോഡുള്ള പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ ഇത്തരം ഷോയിൽ പങ്കെടുക്കാം. അത് ഇവരതിനുള്ള മോഡലുകളാണ്, അവര് ധീരരാണ്, അവരെ വല്ലാതെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇത്തരത്തിലുള്ള ഈ കുട്ടികളാണെങ്കിലോ മതത്തെ തള്ളിപ്പറഞ്ഞവരാണ്, രക്ഷിതാക്കളെ തള്ളിപ്പറഞ്ഞവരാണ്, കുടുംബത്തെ തള്ളിപ്പറഞ്ഞവരാണ്, മുസ്ലിം സമൂഹത്തെ പോലും തള്ളിപ്പറഞ്ഞ് ആരുടെയും ശബ്ദം കേൾക്കാതെ കോടതിയിൽ നിന്നൊക്കെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള വിധികളൊക്കെ സമ്പാദിച്ച കുട്ടികളാണ്. അപ്പൊ ഇവര് ഈ ഷോയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാം തള്ളിപ്പറയപ്പെട്ട ഈ മതത്തിന്റെ ഐഡന്റിറ്റിയായ, ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയായ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് നൽകുന്ന മെസ്സേജിനെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. മുസ്ലിം പ്രത്യേകിച്ച് യുവതികളെ വളരെ കുത്തഴിഞ്ഞ രൂപത്തിലുള്ള ഒരു രീതിയിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ സ്വർഗ അനുരാഗികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളെ കൂടുതൽ മഹത്വവൽക്കരിക്കാൻ ഇവിടെ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ മറ്റൊരു പതിപ്പായിരുന്നു 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ നദ്ർ ഇബ്നുൽ ഹാരിസ് നടത്തിയത്. എല്ലാ തഫ്സീറുകളും പരിശോധിച്ചാൽ നിങ്ങൾ കാണാൻ കഴിയും, അവിടെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് പലതരത്തിലുള്ള നൃത്തങ്ങളും അവിടെ അവതരിപ്പിച്ച് ആളുകളെ വശീകരിക്കാനുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഇതിൽ കാണുന്ന ഷോ തീർത്തും സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള പോസിറ്റീവായ തലങ്ങളും നൽകുന്നില്ല. വെറും നെഗറ്റിവിറ്റി മാത്രം സമ്മാനിക്കുന്ന കുടുംബ കലഹങ്ങളെ, വിദ്വേഷങ്ങളെ, അവിടെയുള്ള പേക്കൂത്തുകളൊക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു രംഗം. ഇത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത്തരത്തിലുള്ള പ്രവണതകളെ, ഇത്തരത്തിലുള്ള ഷോ, ഇതൊക്കെ പുരോഗമനത്തിന്റെ അങ്ങേയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ കാണുന്ന നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ പലരും വിവാഹത്തോട് താല്പര്യമില്ലാതെ മാറിക്കൊണ്ടിരുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിവാഹം കഴിച്ചാൽ തന്നെ വളരെ നാൾ കൂടാതെ, വളരെ നാൾക്കകം തന്നെ, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ വേർപിരിയുന്ന രംഗങ്ങൾ സമൂഹത്തിൽ നമ്മൾ അതിൻ്റെ ഒക്കെ ദൃക്സാക്ഷികളാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളില് നമ്മുടെ രക്ഷിതാക്കളായ നമ്മുടെ ശ്രദ്ധ, ജാഗ്രത, ഇത്തരം ഷോകൾക്ക് നമ്മുടെ വീടുകളിൽ സ്പേസ് കൊടുക്കാതിരിക്കുക ഒന്നാമതായി ചെയ്യേണ്ടത് തന്നെയാണ്. കുട്ടികൾ ചോദിക്കുമല്ലോ, ആ 2 പെൺകുട്ടികൾ ആരാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മൾ എന്താണ് അതിന് മറുപടി പറയുക? എന്ത് മറുപടി പറയുമ്പോൾ അതിന്റെ സന്ദേശം എന്തായിരിക്കും കുട്ടികൾ ഉൾക്കൊള്ളുക? അപ്പൊ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പോകുമ്പോൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളെ മുഴുവൻ തള്ളിപ്പറഞ്ഞവരാണ് അവർ. അതുപോലെ തന്നെ ഇത് പുരോഗതി ആയതുകൊണ്ടൊന്നുമല്ല, ഇത്തരം പ്രവണതകളിലേക്ക്, ഇത്തരം ആളുകളിലേക്കൊക്കെ ആളുകൾ ആകർഷിക്കപ്പെടുന്നൊക്കെയുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്. കാരണം പടിഞ്ഞാറൻ നാടുകൾ ഇതിനൊക്കെ അവഗണിച്ച് ഇത്തരം തിയറികളെ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും പടിഞ്ഞാറൻ ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം തന്നെ ഇവിടെ പ്രഖ്യാപിച്ചല്ലോ, ഇവിടെ 2 ജെൻഡർ മാത്രം മതി, ആണും പെണ്ണും. അതാണ് പ്രകൃതി നിയമം, മറ്റതൊക്കെ പ്രാകൃതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുതന്നെയാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. മനുഷ്യന്റെ ഇത് പുരോഗതി കൊണ്ടല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇതൊരിക്കലും പുരോഗതിയല്ല. ഇതിലേക്ക് ആരെങ്കിലും ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അതിനുള്ള കാരണം മനുഷ്യന്റെ ജന്തുത്വത്തെ ഉത്തേജിപ്പിക്കുകയാണ്. മനുഷ്യനിൽ കുടികൊള്ളുന്ന ജഡികമായ താല്പര്യങ്ങളെ, അവന്റെ ജന്തുത്വത്തെ പ്രചോദിപ്പിക്കുകയും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് ആളെ കൂട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ രക്ഷിതാക്കളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെന്ന് പറയുന്നത് ജന്തുത്വം മാത്രമല്ലല്ലോ. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യത്വം അതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നതാണ്. ഈ ശരീരവും ആത്മാവും കൂടി ചേരുമ്പോഴാണല്ലോ മനുഷ്യൻ. അപ്പോഴാണല്ലോ മനുഷ്യന് മഹത്വവൽക്കരണം ഉണ്ടാക്കുന്നത്. കാരണം ഈ തിയറിയൊക്കെ പ്രദർശിപ്പിക്കുന്നവർ പറയുന്നത് ഇതിനൊക്കെ ശാസ്ത്രത്തിന്റെ അടിത്തറകൾ ഉണ്ട് എന്നാണ്, പഠനങ്ങൾ തെളിയിക്കുന്നു എന്നാണ്. അവരെ ജനിതകമായിട്ടുള്ള അവിടെ DNA ഇതൊക്കെ ഗർഭസ്ഥ ശിശുക്കളിൽ അടക്കം അവിടെ നിന്ന് തുടങ്ങുന്നു ഇത്തരം ചിന്തകള്, ഇത്തരം താല്പര്യങ്ങൾ എന്നാണ്. ഇത് കുറെ മൃഗങ്ങളിൽ നടത്തിയ പഠനമാണ് അവർ പറയുന്നത്. മൃഗങ്ങളിൽ ജന്തുത്വമാണുള്ളത്. മൃഗവും മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ മനുഷ്യനാകുന്നത് അവന് വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്. അതിലൂടെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനുഷ്യരെ നമ്മുടെ കരങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. അത് പ്രത്യേക ശൈലിയിലാണ് അല്ലാഹു പറഞ്ഞത്. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഖലഖ്തുഹു ബിയദയ്യ വനഫസ്തുഹു ഫിർറൂഹ്, എന്റെ കരങ്ങൾ കൊണ്ട് പ്രത്യേകം സൃഷ്ടിക്കുകയും അതിൽ ആത്മാവ് ദൈവികാംശം ഊതുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഇത്തരം ഷോകളിലൂടെ കൊടുക്കുന്ന മെസ്സേജ് കുടുംബത്തെ തകർക്കുക, കുടുംബ സംവിധാനങ്ങളെ പൊളിക്കുക, രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുക. അതൊക്കെ അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ. പിന്നീട് ഈ കുടുംബത്തെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് എന്റെ പേരാണ് എന്നാണ്. കുടുംബത്തിന് കുടുംബം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സംവിധാനമാണ്. അതിന് നൽകുന്ന വിശുദ്ധ ഖുർആൻ പറയുന്ന പേര് റഹ്മ് എന്നാണ്. അല്ലാഹു തന്നെ പറയുന്നത് ഒരു ഖുദ്സിയ ഹദീസിലൂടെ അനർ റഹ്മാൻ ഖലഖ്തുർ റഹിമ, ഞാൻ റഹ്മാനാണ്, ഈ റഹിമ് സൃഷ്ടിച്ചത് ഞാനാണ്. റഹിമ എന്നാൽ ഗർഭാശയമാണ്, കുടുംബമാണ്. ഗർഭാശയത്തിന് പോലും അറബി ഭാഷയിൽ റഹീം എന്ന് പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ഗർഭസ്ഥ ശിശുവിനോട് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് കാരുണ്യവും അതുപോലെ തന്നെ അവിടെ നൽകുന്ന അള്ളാഹുവിന്റെ വിശാലമായ സൗകര്യങ്ങൾ, ഗർഭസ്ഥ ശിശു ശ്വസിക്കുന്നതും അത് ഭക്ഷണം കഴിക്കുന്നതും അവിടെ കിടന്ന് സഞ്ചരിക്കുന്നതും ഒക്കെ
അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഈ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗർഭാശയത്തിന് പോലും റഹിം എന്ന പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. കുടുംബത്തിനും അതേ പേരാണ് നൽകിയിട്ടുള്ളത്. കാരണം ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നത് കുടുംബത്തിലേക്കായിരിക്കണം. മനുഷ്യനെ മനുഷ്യനായി വളർത്തുന്നതിൽ വലിയ പങ്ക് കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ചും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കും, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനുമായിട്ടുള്ള ബന്ധം അസിലുഹ, ഞാൻ ആ ബന്ധത്തെ നിലനിർത്തും, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ കഴിയും. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നതൊക്കെ ആണ് പെണ്ണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. ഇതാണ് ഖുർആനിന്റെ ഖണ്ഡിതമായിട്ടുള്ള നിയമം. അതാണ് പ്രകൃതി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ആണും പെണ്ണും ഇണകളായിട്ട് ജീവിക്കുക, അവർക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. മറ്റ് സിദ്ധാന്തങ്ങളൊക്കെ ഗേയാവട്ടെ, അത് മറ്റുള്ള LGBT മറ്റ് ഐറ്റംസ് ആണ്, ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ്. ഇവരൊക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യാണ് ലിബറലിസത്തിന്റെയും ഈ പറഞ്ഞ യുക്തിവാദവും മതനിരാസക്കാരും ഒക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു. അവിടെ പ്രവർത്തനങ്ങളെ ഒപ്പിയെടുക്കാൻ പലതരത്തിലുള്ള ക്യാമറകൾ വെച്ചിരിക്കുകയാണ്. അതിലൂടെ വലിയ സന്ദേശങ്ങൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ, നമ്മളായ രക്ഷിതാക്കളോട് അല്ലാഹു റസൂൽ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിലു, ആരുമായിട്ടാണ് നമ്മുടെ മക്കൾ കൂട്ടുകൂടുന്നത്, സഹവസിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മനുഷ്യൻ എപ്പോഴും അവന്റെ സുഹൃത്തിന്റെ സംസ്കാരത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കും. അവന്റെ സുഹൃത്തിന്റെ സംസ്കാരത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ആയത്ത് സൂറത്തുൽ ലുഖ്മാനിലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ലുഖ്മാൻ ഈ സൂറത്തിന്റെ പ്രത്യേകതയുണ്ട്. അവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഒരു പാരന്റിംഗ് ഉണ്ട്. ആ മകനുമായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. ധാരാളം ഉപദേശങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട് ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഇതിന് തൊട്ട് മുമ്പാണ് ഈ ആയത്ത് വെച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇത് എന്ത് ഉപദേശം നൽകുമ്പോഴും ഇതിനെ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന ഒരു സ്ക്രീനിൽ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന പോലെ ഒമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹ് വയത്തഖിദഹ ഹുസുവ. ഇതിന് പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ഈ ചാനലിലൊക്കെ ഇത് വലിയ ചർച്ചയാണെന്ന്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് എത്രയോ ആളുകൾ കൈയടിച്ചുകൊണ്ട് മുന്നേറുന്നു. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശം എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധം, കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഇടപഴകൽ, അവൻ ആരുമായിട്ടാണ് കൂട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം, ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാപ്പിൽ നമ്മുടെ മക്കൾ വീണു പോകാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിലൂടെ ഇത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ സങ്കീർണമായ ധാർമ്മികമായ യാതൊരു വാല്യൂവും സ്വീകരിക്കാത്ത ഒരു തലമുറയാണ് ഈ ന്യൂജൻ തലമുറ എന്ന് പറയുന്നത്. രക്ഷിതാക്കളായ നമ്മുടെ പ്രത്യേക ശ്രദ്ധയും താല്പര്യവും തലോടലും വാത്സല്യവും സ്നേഹവും അംഗീകാരവും ഒക്കെ അവർക്ക് നൽകി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതാണ് ഈ ആയത്തിന്റെയും ഹദീസുകളുടെയും ഒക്കെ ആകത്തുക എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ശരിയായ ദിശയിൽ വളർത്തുവാനും അതുപോലെ തന്നെ വളരെ വഞ്ചനാത്മകമായിട്ടുള്ള വർത്തമാനങ്ങൾ ഇതിലൊന്നും നമ്മുടെ കുട്ടികൾ വീഴാതിരിക്കാനുള്ള ശ്രദ്ധയും നമുക്കുണ്ടാവുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.